ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവും മണപ്പുറവും. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ക്ഷേത്രത്തിൽ ശിവരാത്രി ബലിയും വാവുബലിയും കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങളാണ് ഓരോ വർഷവും ആലുവ മണപ്പുറത്തെത്തുന്നത്. 2 ദിവസത്തെ ബലിതർപ്പണവും 1 മാസം നീളുന്ന വ്യാപാരമേളയും വിനോദ പരിപാടികളും ഒരാഴ്ചത്തെ ദൃശ്യോത്സവവും ഉൾപ്പെടുന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ നടത്തുന്നത്. ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നഗരസഭയുമാണ്. പെരിയാർ തീരത്ത് ഭക്തജനങ്ങൾ സംഗമിക്കുന്ന മഹാശിവരാത്രി ആഘോഷത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ് പരിശോധനയടക്കം നടത്തിയ മണപ്പുറം പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണ്. അപകടം കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാസേനയെയും നേവിയുടെ മുങ്ങൽ വിദഗ്ധരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാ സൗകര്യത്തിനായി മണപ്പുറത്ത് KSRTCയുടെ താൽക്കാലിക ബസ് സ്റ്റേഷനുമുണ്ടാകും. ബലിതർപ്പണം നടത്തുന്ന പുഴയോരത്ത് കൃത്യമായി ബാരിക്കേഡുകൾ കെട്ടി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത്തവണ ശിവരാത്രി ഡ്യൂട്ടിക്ക് നിയമിച്ചിരിക്കുന്നത് 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ തുടങ്ങി തിരക്ക് കൂടുന്ന പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചമയങ്ങളാലും അലങ്കാരങ്ങളാലും ഭംഗിയിലൊരുക്കിയ ക്ഷേത്രവും മണപ്പുറവും ലക്ഷക്കണക്കിന് ഭക്തരെയാണ് ഇത്തവണയും വരവേൽക്കുന്നത്. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്കുള്ള ഒരുക്കത്തിലാണ് ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവും മണൽത്തിട്ടയും എല്ലാം തന്നെ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുക. ക്യാമറാമാൻ രവി മേനോനോടൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.